മുത്ത, വേഗം വാ, അകത്തുകൊണ്ടേ കിടത്താം. പതുക്കെ. മറ്റു പെണ്ണുങ്ങളെ തുടരുത്. മനസ്സിൽ പോലും മറ്റു പെണ്ണുങ്ങളെ കുറിച്ച് ചീത്തയായി വിചാരിക്കരുത്. എങ്കിലും അതിന്റെ ദോഷം കമലത്തിനും അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനുമായിരിക്കും. എന്നാലും അവൻ സാഹിബിന്റെ ബെഡ്റൂമിൽ കയറി ചെന്ന് മദാമെ പിടിച്ചല്ലോ. ഭയങ്കര ധൈര്യം തന്നെ. ഞാൻ ഇനി എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നീ കഴിയാവേ സാഹിബേ, മുത്തിന് വെറുതെ വിടരുത്. ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ കാണാം. എന്നിട്ട് എന്നെ കൂടെ കോടതി കയറ്റാനോ? ശരിയാണ്, കോടതി ചെന്നാൽ എവിടെയൊക്കെ പിടിച്ച്, എങ്ങനെയൊക്കെ പിടിച്ച്, എത്ര നേരം പിടിച്ച്, അപ്പൊ നിങ്ങൾ നിൽക്കുകയിരുന്ന്, ഇരിക്കുകയിരുന്ന്, കിടക്കുകയിരുന്ന് എന്നിങ്ങനെ 100 കൂട്ടം ചോദ്യങ്ങളാ. അത് ശരിയാണല്ലോ. നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ? അവനെ തല്ലിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? കഴിയില്ലെങ്കിൽ പറ, ഞാൻ ചെയ്യിക്കാം. അത് നമുക്ക് നന്നായിട്ട് കേൾപ്പിക്കാം. അവനാണെങ്കിൽ തല്ലും ചെയ്യും, ഒരുപാട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു നാമില്ലാത്തവനാണ്. ആ മുത്തനെ തല്ലി അവന്റെ കയ്യും കാലും പിടിച്ചേക്കണം. ഇനിയും പറഞ്ഞത് ശരിയാണ്. അവന്റെ വീട് നിരപ്പാക്കി കളയാം. എന്റെ കൈ കൊണ്ട് അവനെ കൊല്ലണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളൊക്കെ വിളിച്ചുകൊണ്ടുവന്നത് കേട്ടോ. ധൈര്യമായിട്ടൊന്നല്ല, ഇവൻ പുല്ലാണ്. അവന്റെ പേര് വിളി. അത് എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? നിന്നോടാ ചോദിച്ചത്, നിനക്കൊന്നും പറയാനില്ലേ? അപ്പൻ എല്ലാം അറിഞ്ഞില്ലേ? അറിഞ്ഞു. നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ചുട്ടുകളഞ്ഞ് പോയി പന കയറ്. ആദ്യമായതുകൊണ്ട് കുറച്ച് ദേഹം വേദന കാണും. സാരമില്ല, രാത്രിയാവുമ്പോ ഇവള് വെള്ളം ചൂടാക്കി പിടിച്ചു തരും. കൊട്ടും കുറവയൊന്നും ഇല്ലാതെ ഇന്ന് എന്റെ മോൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതായി കരുതിക്കോ. വേണ്ടമ്മാവ, വേണ്ട. ഇനിയും എന്നെ കഷ്ടപ്പെടുത്തരുത്. മോളെ, പണ്ട് എന്നെ ഒരു പേപ്പട്ടി കടിച്ചു. എന്റെ അപ്പൻ അതിനെ തല്ലിക്കൊന്നു. എന്നെ തല്ലിക്കൊല്ലാതിരുന്നതിന്റെ കാരണം എന്താ? അപ്പൻ അറിയാമായിരുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് നീ ആറ്റിപ്പോയി കുളിക്കണ്ട. മേശമണി വെള്ളം കോരിത്തരും.
കാണുന്നു, അവൻ ദേവിയെ കാണുന്നു, ദീപം കാണുന്നു, അവൾ ദേവനെ കാണുന്നു. അപ്പോ നടനുണ്ടോ? ഇല്ല. ഉടനെ വരുമോ? അവിടെ കിടന്നോളൂ. ഈ നാട്ടിൽ പരിഷ്കാരമുള്ള വീടെന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടെങ്കിൽ പരിഷ്കാരം കാണിക്കാം. അതില്ലാത്ത ബുദ്ധി വല്ലതും പറഞ്ഞുണ്ടോ? ആ മുത്തം കാരണം നമ്മുടെ ആൾക്കാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാണ്ടായി. നിന്റെ അപ്പൻ ഒരാൾ വിചാരിച്ച അവൻ തോൽപ്പിച്ച് നാണം കിടത്താം. അപ്പം പറഞ്ഞ ഈ നാട്ടിലൊരു വിലയുണ്ട്. ആ വിലയുണ്ട്. ആ വില ഉപയോഗിക്കണമെന്ന് പറയാനാണ് ഞാനിങ്ങോട്ട് വന്നത്. നല്ല പാട്ടല്ലേ? ചിലപ്പോ അങ്ങനൊരു കുഴപ്പമുണ്ട്. വേണ്ട വേണ്ട, ആ കുഴപ്പം എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പണ്ടാറടങ്ങി ചന്തന്മാർക്ക് വിവരമില്ലെന്ന് പറഞ്ഞ് വെറുതെയല്ല. എന്താ ബാലയ്യ വിശേഷം? ആ മുത്തിനെ നമുക്കൊന്ന് ശരിപ്പെടുത്തണം. അതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ വന്നത്. ശരിയാണ്, അവനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. മിസ്റ്റർ കെന്നത്തുമില്ലേ? ഇല്ല, ടൗണിൽ പോയിരിക്കാണ്. നാളെ ഉച്ചയ്ക്ക് വരൂ. എന്റെ ഭാഗ്യം. എന്താ? മിസ്സിസ് സിന്ധ്യയെ അല്ല മിസ്സിസ് കെന്നത്തിനെ ഈ വേഷത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. സണ്ണി, തെറ്റാണെന്നറിയാം, എങ്കിലും നിങ്ങളുടെ സൗന്ദര്യം എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വാതിലടച്ചേക്കാം, ആരെങ്കിലും കാണും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു ഭീരുവായിപ്പോയി. അല്ലെങ്കിൽ നിങ്ങളെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് കിടക്കയിൽ കൊണ്ടിട്ടേൻ. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വന്നത് സംസാരിക്കാനല്ല. തൂക്കുമരത്തിൽ കയറേണ്ടി വരുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചില തെറ്റ് ചെയ്യണമെന്ന് തോന്നില്ലേ? അത്തരമൊരു തെറ്റ് മുഴുവനും പറയൂ. ഒരുപക്ഷെ സിന്ധ്യ എന്നെ ആട്ടിയിറക്കിയാൽ എനിക്ക് വിരോധമില്ല. നമുക്ക് രണ്ടുപേർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ടാവും. അതുപോലും എനിക്ക് ചിന്തിക്കാൻ രസമുള്ള ഒരു കാര്യമാണ്. സണ്ണി വളരെ ചീപ്പാണല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ സിന്ധ്യ, ഈ വികാരത്തിന്റെ മുന്നിൽ ആരാ ചീപ്പല്ലാത്തത്? വസ്ത്രത്തിന്റെ നേരിയ നൂലിഴ പോലും മാറ്റി കഴിയുമ്പോഴല്ലേ കാമം യഥാർത്ഥമാകൂ. നമസ്കാരം. ആരാ? പരിചയം ഉണ്ടാവില്ല. ഇതാണ് വടക്കനാശൻ, പണം പലിശ കൊടുക്കുന്ന. എന്താ ഇവിടെ ഇപ്പൊ കരിപ്പെട്ടി കച്ചവടമൊക്കെ ഇല്ലാതെ വലിയ വിഷമത്തിലാണെന്ന് കേട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണം? പണത്തിന് മുട്ട് കാണുമെന്നറിയാം. വേണമെങ്കിൽ 25,000-ഓ 50,000-ഓ ഞാൻ തരാം. ന്യായമായ പലിശ തന്നാൽ മതി. ക്ഷണികളാണ്. എന്നെയല്ല, വടക്കനാശാൻ തന്നെയാ. മനസ്സിലായില്ലേ? രക്തമില്ലാത്ത മടയാ എന്ന നീ ഇറങ്ങണ വഴി എന്നർത്ഥം. സാഹിബ് ക്ഷമിക്കണം, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. മൈ ഗോഡ്. ആശാനെ അവസാനം പറഞ്ഞതേ ഇംഗ്ലീഷിൽ വലിയ ചീറ്റിയാ. അതിന്റെ അർത്ഥം മനസ്സിലായി. ആശാൻ ഇവിടെ നിന്ന് കഴിഞ്ഞു. അതുകൊണ്ട് വേഗം ഓടിക്കോ. മര്യാദയില്ലാത്ത വർഗം. ഇവരൊക്കെ തല്ലുകൊണ്ടായിരിക്കണമാണ്. ഈ തല്ലു കൊടുക്കാന്നൊക്കെ പറയുന്നതേ ആളുകൾ ചെയ്യേണ്ട പണിയാണ്, നിങ്ങളല്ല. സിന്ധി, സ്വന്തം ഭാര്യ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചവൻ തടി പോലെ നടക്കുന്നു. എന്നിട്ടാണ് ആ പാവപ്പെട്ട കിഴവനെ തല്ലാൻ നടക്കുന്നത്. സിന്ധി, ചുമ്മാ ഇരിക്കണം മിസ്റ്റർ. മുത്തനെ വെറുതെ വിട്ടതുകൊണ്ട് സായിപ്പ് ഒരു കിഴങ്ങനാണെന്നാ നാട്ടുകാരെല്ലാരും. ആകെ ധൈര്യം ഉണ്ടായിരുന്ന നല്ലാക്ഷനായിരുന്നു. അവനാണെങ്കിൽ ഭ്രാന്തും വന്നു. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ചാകണം. ഈ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഞാൻ എന്ത് ചെയ്യണം? അവനെ കൊല്ലണം. ആദ്യം നിങ്ങൾ ഒരാളാണെന്ന് തെളിയിക്കും.
എങ്ങനെയെങ്കിലും ഉത്തരം പിടിച്ച് കുറച്ചു കാലം ജയിലിലിട്ടാൽ മതി. പിന്നെ നമുക്ക് പഴയതുപോലെ കരിപ്പെട്ടി കച്ചവടം തുടങ്ങാം. ശരിയാണ്, പക്ഷേ എന്തോന്ന് പക്ഷേ? കാശ് കൊടുത്താൽ മതി. ചോണയുള്ള ആളുകൾ വേണ്ടതുപോലെ ചെയ്യും. ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പാടില്ല. ടൗണിൽ കരിപ്പെട്ടി വിൽക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ശരിയാക്കാം. ഇന്ന് രാത്രി അവൻ ടൗണിൽ പോകുന്നുണ്ട്. ഇന്ന് രാത്രി